എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പുളിയിഞ്ചി അഥവാ ഇഞ്ചിപ്പുളിയാണ്. അതിനായി ഈ പാനിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് അത് ചൂടായ ശേഷം ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുക. ഒരു 200 ഗ്രാം ഇഞ്ചിയാണ് ഇവിടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഒരു 8 സ്പൂണോളം വരും. അത് നമ്മളിതിലേക്ക് ചേർത്ത് നന്നായി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്യണം. ഒരു 3/4 ബ്രൗൺ കളറായ നമ്മൾക്ക് പച്ചമുളക് ഒരു 5 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ പരുവ് എത്തിയാൽ ഇനി നമ്മൾക്ക് ആ മുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. നേരത്തെ തന്നെ മുളക് ചേർക്കാതിരുന്നത് ഇത് ഫ്രൈ ആകുമ്പോൾ ഭയങ്കര കാരം വരും, അതുകൊണ്ടാണ് അതിലേക്ക് ചേർക്കാതിരുന്നത്. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്താം. ഇതൊന്ന് പച്ചമണം മാറുന്നതിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. കൂടുതൽ ഇളക്കേണ്ട, പെട്ടെന്ന് തന്നെ ഈ മസാലപ്പൊടികൾ കരിഞ്ഞു പോകും. ഇത്ര വലിപ്പമുള്ള പുളിയാണ് ഇവിടെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഈ വെള്ളം നമ്മൾക്ക് ആ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പുളിൻ്റെ അളവ് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾക്ക് ഇഞ്ചിപ്പുളിൻ്റെ അളവ് കൂട്ടാൻ പറ്റും. ഇതൊരു തിക്ക് പരുവം, ഏകദേശം ഒരു 3/4 തിക്ക് പരുവം ആകുമ്പോഴാണ് ശർക്കര ചേർത്ത് കൊടുക്കേണ്ടത്. കാരണം നേരത്തെ തന്നെ ശർക്കര ചേർത്ത് കൊടുത്താൽ ഇത് എത്ര ചൂടാകും തോറും അതിനൊരു മണത്തിന് മാറ്റം വരും. അതുകൊണ്ടാണ് നമ്മളൊരു തിക്ക് പരുവം ആകുമ്പോഴാണ് ശർക്കര അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഈ ഗ്രേവി ഒന്ന് തിക്കാവാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മൾക്ക് ഈ ഇഞ്ചിപ്പുളിൻ്റെ പരുവ് എത്തുക. ഇപ്പം ഏകദേശം നല്ലൊരു തിക്കായി. ഇനി ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുക. കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ളതായതുകൊണ്ട് 4 പീസ് ശർക്കരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് മധുരം കൂട്ടാവുന്നതാണ്, ശർക്കരയുടെ അളവ് കൂട്ടാവുന്നതാണ്. ഇതൊന്ന് നന്നായി തിളച്ചലിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മൾക്കൊന്ന് കടുകാണ് ഒന്ന് വറുത്ത് കൊട്ടേണ്ടത്. അതിനായി 2 വറ്റൽമുളകാണ് നമ്മൾക്ക് എടുക്കുന്നത്. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇഞ്ചിപ്പുളി ഇത്ര പരുവായി. ഈ പരുവാകുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്ത് വെക്കണം. ഇനി പാനിലേക്ക് 2 മുളക് ചേർത്ത് കൊടുക്കുക, വറ്റൽമുളക്. അതിൻ്റെ ചെറുതായ ഒരു കളറ് മാറുമ്പോൾ ഒരു 1/2 സ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കണം. വറ്റൽമുളകിൻ്റെ കളറ് മാറി. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ കടുകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അത് പൊട്ടിയ ശേഷം നമ്മൾ ഇഞ്ചിപ്പുളി വെച്ചിരിക്കുന്ന പാനിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കുക. ഇഞ്ചിപ്പുളി റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇഞ്ചിപ്പുളി ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ഈ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.